ഡൽഹി മദ്യനയ കേസിൽ ജഡ്ജിയെ മാറ്റാനുള്ള അപേക്ഷയിൽ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് വാദിക്കും. ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സ്വർണ്ണകാന്ത് ശർമ്മയെ മാറ്റണമെന്നാണ് ആവശ്യം. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, സ്വർണ്ണകാന്ത് ശർമ്മയെ മാറ്റണമെന്ന ആവശ്യം എന്തുകൊണ്ടാണ്? മോത്തി, ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ മാസമല്ല ഫെബ്രുവരിയിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ മാത്രമല്ല, മനീഷ് സിസോദിയ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കോടതി കുറ്റവിമുക്തനാക്കുകയും CBIക്ക് പ്രഥമ ദൃഷ്ട്യാ പോലും ഇവരെ പ്രതി ചേർക്കാനുള്ള തെളിവുകളില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ ഇതിനെതിരെ CBI സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചത് ഈ സ്വർണ്ണകാന്ത് ശർമ്മയുടെ ബെഞ്ചായിരുന്നു, ഹൈക്കോടതി ബെഞ്ചായിരുന്നു. ആ ഹർജി പരിഗണിച്ച കോടതി, വിചാരണ കോടതിയുടെ ഉത്തരവുകൾ തെറ്റാണ്, അല്ലെങ്കിൽ ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയത് തെറ്റാണെന്ന് പറയുകയും കുറ്റവിമുക്തനാക്കിയ വിധി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ സമീപിക്കുകയും കേസ് സ്വർണ്ണകാന്ത് മിശ്രയുടെ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആവശ്യം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ നിന്ന് ജഡ്ജി പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏറ്റവും കൗതുകകരമായ കാര്യം, അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഹർജി പരിഗണിക്കുന്നതും സ്വർണ്ണകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ്. ഈ കേസിൽ ഇന്ന് ഇപ്പോൾ വാദം കേൾക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് കോടതിയിൽ ഹാജരാകുമെന്നത് മാത്രമല്ല, കേസിൽ അരവിന്ദ് കെജ്രിവാൾ സ്വയം വാദിക്കുമെന്നത് തന്നെയാണ്. എന്തായാലും ജഡ്ജിയുടെ പക്കൽ നിന്ന്, അതായത് സ്വർണ്ണകാന്തിന്റെ പക്കൽ നിന്ന് ഈ കേസ് മാറ്റാൻ സാധിച്ചാൽ ഇപ്പോൾ തനിക്കെതിരായി പ്രതികൂലമായിട്ടുണ്ടായിട്ടുള്ള ഉത്തരവിൽ തനിക്ക് മാറ്റം ലഭിക്കും, ആശ്വാസം ലഭിക്കുമെന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും പ്രതീക്ഷിക്കുന്നത്. മോത്തി. ശരി.